കോട്ടയം പരിപ്പ് 900 ഷാപ്പിൽ ഭക്ഷ്യവിഷബാധയെന്ന സംശയം. ഭക്ഷണം കഴിക്കുകയും കള്ളുകുടിക്കുകയും ചെയ്ത കുമരകം സ്വദേശി ചികിത്സയിലിരിക്കെ മരിച്ചു. കുമരകം പള്ളിക്കോടം പറമ്പിൽ ജ്യോതിഷാണ് മരിച്ചത്. 3 പേർ കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. അഖിൽ കെ വിവരങ്ങളുമായി ചേരുകയാണ്. അഖിൽ, അതേ ഇടത്ത് നിന്ന് ഭക്ഷണം കഴിക്കുകയും കള്ളുകുടിക്കുകയും ചെയ്ത ആളുകളാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ആശുപത്രി അധികൃതർ പറയുന്നത്? അതായത് 7 പേരാണ്, അതായത് 7 സുഹൃത്തുക്കൾ ചേർന്ന് ഒന്നിച്ചാണ് ഇത്തരത്തിൽ പരിപ്പ് 900 ഷാപ്പിലെത്തി മദ്യപിക്കുകയും ഒപ്പം തന്നെ ഈ തലക്കറി, അതായത് മീനിന്റെ തലക്കറി കഴിച്ചു എന്നാണ് പറയുന്നത്. ഇതിൽ കഴിച്ച 5 പേർക്കാണ് ഇപ്പോൾ എന്തായാലും ബുദ്ധിമുട്ടുകൾ പറ്റിയിരിക്കുന്നത്. അതിൽ ഒരാളാണ് ജ്യോതിഷം എന്ന് പറയുന്നത്. ജ്യോതിഷം മരിക്കുകയും ചെയ്തിരിക്കുന്നു. മറ്റ് 4 പേർക്ക് ചികിത്സയിലാണ്. പക്ഷേ അവരുടെ ആരോഗ്യനില അത്ര പ്രശ്നമുള്ളതല്ല എന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ ഏറ്റവും അവസാനമായി ഇവർ കഴിച്ചത് ഈ തലക്കറിയാണ് എന്നുള്ളതാണ്. ഇത് എന്താണ് ഭക്ഷ്യവിഷബാധയാണോ എന്നിപ്പോഴും സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ ലക്ഷണങ്ങളുണ്ട് എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. വിശദമായ പരിശോധന കഴിച്ചിട്ട് പോസ്റ്റ്മോർട്ടം അടക്കം കഴിഞ്ഞാലാണ് ഇതിലൊരു വ്യക്തത അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം വരുമെന്നാണ് പോലീസ് പറയുന്നത്. നിലവിൽ എന്തായാലും ഇവരുടെ പരാതിയിൽ പോലീസ് കേസ് എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ജ്യോതിഷിന്റെ ഷുഗർ അടക്കമുള്ള മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായും പറയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചെന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തതയില്ല. പക്ഷേ ഏറ്റവും അവസാനം ഒടുവിലായി ഇവർ ഭക്ഷണം കഴിച്ചിരിക്കുന്നത്, ഈ 7 സുഹൃത്തുക്കൾ ചേർന്നതിൽ 5 പേർ ഈ തലക്കറി കഴിച്ചിരിക്കുന്നത് ഈ പരിപ്പ് 900 ഷാപ്പിൽ നിന്നാണ്. അതുകൊണ്ട് അവിടെ നിന്നായിരിക്കാം ഈ ഭക്ഷ്യവിഷബാധയാണെങ്കിൽ അത് ഏറ്റിരിക്കുന്നു എന്നൊരു സംശയമാണ് എന്തായാലും പോലീസ് ഇത്തരത്തിൽ പ്രകടിപ്പിക്കുന്നത്. എന്തായാലും ഇതിലൊരു സ്ഥിരീകരണം വരണമെങ്കിൽ ഇതിൽ പരിശോധന ഫലങ്ങളടക്കം വരണം. എന്തായാലും ഈ ശനിയാഴ്ച, അതായത് ഈ കഴിഞ്ഞ ശനിയാഴ്ചയാണ് സംഭവം. അത് വൈകുന്നേരത്തോടു കൂടിയാണ് ഇവർക്ക് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും തുടർന്ന് ഇവരെ ഇത്തരത്തിൽ ആദ്യം കോട്ടയം സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയും ചെയ്യുന്നത്. അതിൽ ഇന്നാണ് ഇപ്പോൾ ഇത്തരത്തിൽ ചികിത്സയിലിരിക്കെ ഈ ജ്യോതിഷ മരണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സുഹൃത്തുക്കളായ മറ്റ് 4 പേർ ചികിത്സയിൽ കഴിയുകയും ചെയ്യുന്നുണ്ട്. അവർക്കും ഈ സമാനമായ കോട്ടയം പരിപ്പ് 900 ഷാപ്പിൽ നിന്ന് ഭക്ഷണം കഴിക്കുകയും കള്ളുകുടിക്കുകയും ചെയ്ത ആളുകൾക്കാണ് ഇപ്പോൾ ഭക്ഷ്യവിഷബാധ ഏറ്റിരിക്കുന്നത്. ജ്യോതിഷ് എന്നയാളാണ് മരിച്ചത്. 3 പേർ കൂടി ചികിത്സയിലുണ്ട്. അഖിലാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. നമുക്കൊരിടവേള എടുക്കാം.